ഇന്ന് ലോക ഗജദിനമാണ്. ആനകൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. ആനകൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കഥകൾ തൊട്ട് നമ്മുടെ ദൈവസങ്കല്പത്തിൽ നമുക്ക് തടിപിടിക്കാനും, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ സിനിമകളിൽ, നമ്മുടെ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ ആന പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ മൂർത്തിഭാവമായിട്ടും ആനയെ കാണാറുണ്ട്. ആന വലിയ ജീവിയാണ്. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന കരയിലെ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ആനയാണ്. ഏതാണ്ട് 30,000-ഓളം ആനകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിലും കേരളം അടങ്ങുന്ന സഹ്യപർവ്വതം ആനകളുടെ ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ്, കേന്ദ്രമാണ്. ആനകളെ സംരക്ഷിക്കാൻ ആനകളുടെ ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം സംരക്ഷിച്ചേ മതിയാവൂ. ആനകളുടെ ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥകളിൽ നിന്നുള്ള പാരിസ്ഥിതിക പ്രക്രിയകളുടെ ആരോഗ്യം സംരക്ഷിക്കലാണ്. അതുവഴി നമുക്കാവശ്യമുള്ള ജലവും ശുദ്ധജലവും ശുദ്ധവായുവും എല്ലാം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനകളുടെ സംരക്ഷണം എന്ന് വിളിക്കുന്നത് മനുഷ്യൻ്റെ സംരക്ഷണം തന്നെയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇന്ന് കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ മൂലവും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതിയെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആനയുടെ ആവാസ വ്യവസ്ഥകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതുവഴി ഭൂമിയിൽ നമ്മുടെ എല്ലാം ജീവിതം സുരക്ഷിതമാക്കാനുള്ളൊരു ഉപാധി കൂടിയാണ് ഈ ആനയുടെ സംരക്ഷണം. ആനകൾ മൂലമുള്ള സംഘർഷം നിലനിൽക്കുന്ന പല പ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഈ സംഘർഷത്തിന് കാരണമാകുന്ന കാര്യകാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമത്തിനായിരിക്കണം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ആനകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മളാരും സ്വപ്നം കാണുന്നില്ല. കാരണം അത് നമ്മളില്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗജദിനത്തിൽ മനുഷ്യ സുരക്ഷയ്ക്കും ആന സുരക്ഷയ്ക്കും വേണ്ടി ഒരേ സമയം നമുക്ക് പ്രവർത്തിക്കാം.